കാളികാവിലെ ആളെക്കൊല്ലി കടുവയ്ക്കായുള്ള തിരച്ചിൽ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും ആളുകളുടെ ആശങ്കയ്ക്ക് അറുതിയില്ല. ഇന്ന് ഒരു ജീവൻ പൊലിയേണ്ടി വന്നു. ഇത്തരത്തിൽ അധികൃതരുടെ ഒരു ശ്രദ്ധ എത്താനെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ആശങ്ക അവശേഷിക്കുക തന്നെയാണ്. വലിയ ഭീതിയാണ് ഉണ്ടാകുന്നത്. കാരണം വർഷങ്ങളായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. പലതവണ പരാതി പറഞ്ഞതാണ്. ഇന്ന് അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പക്ഷേ കടുവയ്ക്കായുള്ള ഓപ്പറേഷൻ പുരോഗമിക്കുമ്പോഴും കടുവയെ കണ്ടെത്താനായിട്ടില്ല. ആളുകളുടെ ഉള്ളിൽ വലിയൊരു ആദിയുണ്ട്. അത്തരത്തിലുള്ള ജീവിതത്തെയും സ്വത്തിനെയും ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ മേഖലയിലെ പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ആശങ്ക കാലങ്ങളായി തുടരുകയാണ്. ഇന്നൊരു ജീവൻ കൂടി പൊലിയേണ്ടി വന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം? ഇവിടെ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ ശല്യം നല്ലോണം ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ രാവിലെ മദ്രസ പോകുന്ന കുട്ടികളുണ്ട്. ഇവിടെ 6 മണിക്കൂർ നിന്ന് പോകേണ്ട കുട്ടികളാണ്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് മദ്രസ ഉണ്ട്, ഇവിടെ മദ്രസ ഉണ്ട്. ഈ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ വനമേഖല തന്നെയാണ്. അപ്പോൾ പുലിയോ കടുവ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു പേടിയുള്ള കാര്യം തന്നെയാണ് ഇവിടെ. അത്തരത്തിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ജോലി ഈ ടാപ്പിങ്ങിനൊക്കെ നടത്തി ജീവിതം ആശ്രയിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു വെല്ലുവിളിയാണല്ലേ പ്രദേശത്തിന് മൊത്തം. ഞാൻ 10 വർഷം താഴെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 4 മണിക്ക് 5 മണി സമയത്ത് ആളുകളൊക്കെ ടാപ്പിങ്ങിന് പോകുന്നത്. ഇപ്പോൾ 3 ദിവസം ആരും കയറിയിട്ടില്ല. പേടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ധൈര്യത്തിൽ ജീവിക്കുക, പിന്നെ എത്രയും പെട്ടെന്ന് പിടിച്ച് കൊല്ലണം തന്നെയാണ് അഭിപ്രായം. ഈ ഉപജീവനത്തെ ബാധിക്കുന്നു. ഒപ്പം തന്നെ ആകെ ഒരു ആശങ്കയാണ് പ്രദേശത്ത് പുറത്തിറങ്ങാൻ തന്നെയുള്ള അത്തരത്തിലൊരു സാഹചര്യം ആയിരിക്കുന്നു അല്ലേ? ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്, ഭയങ്കര പേടിയുണ്ട്. കടുവയല്ലേ, ചാടുമെന്നുള്ളൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ പ്രയാസമുണ്ട്. ഏകദേശം എത്രത്തോളം വരുന്നൊരു മേഖലയാണ് ഈ ഒരു പ്രശ്നം ബാധിക്കുന്നത്? ഇവിടെ കാളികാവ്, കരുവാരക്കുണ്ട്, അടക്കാകുണ്ട്, തിരുമ്പാത്ത് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തന്നെ നേരത്തെയും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കരുവാരക്കുണ്ടും ഈ കാളികാവിലൊക്കെ കടുവയുടെ സാന്നിധ്യം പലതവണ നമ്മൾ വാർത്തകളായി നൽകിയിട്ടുണ്ട്. ഈ DFIയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഉൾപ്പെടെ കടുവയെ കണ്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നാലെയാണ് ഇത്തരത്തിൽ കടുവ ആളെ ജീവനെടുക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഈ നാട്ടുകാരുടെ ഭീതി, അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ്. ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഈ കടുവയെ ഇവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകണം, മയക്കുവെടി വെക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.